ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഭയങ്കര ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. റവ കേസരി. അപ്പോൾ ഇത് നല്ല ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. നമ്മളെ വീട്ടിൽ കുഞ്ഞുങ്ങൾക്കും അല്ലെങ്കിൽ നമ്മുടെ ഹസ്ബൻഡ് ജോലിക്ക് പോയിട്ട് വരുമ്പോഴൊക്കെ ഒന്ന് ഉണ്ടാക്കി സർപ്രൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഈസി റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമുക്ക് നെയ്യ് ആവശ്യമുണ്ട്. 3 ടീസ്പൂൺ നെയ്യാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. 1 കപ്പ് റവയ്ക്ക് ആവശ്യമായിട്ടുള്ള ഒരു 3 ടീസ്പൂൺ നെയ്യ്. അപ്പോൾ ഇതിൽ നെയ്യ് ഒഴിച്ചാലേ കേസരിയുടെ ടേസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ. അതിനായിട്ടാണ് ഈ നെയ്യ് 3 ടീസ്പൂൺ എടുത്തേക്കുന്നത്. അതിനുശേഷം നമുക്ക് കാഷ്യൂ നട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. ഒരു റെഡിഷ് ബ്രൗൺ ആവുന്നത് വരെ നമുക്കിതിനെ നന്നായിട്ട് റോസ്റ്റ് ചെയ്ത് നമുക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ടിത് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് അതേ നെയ്യിൽ തന്നെയാണ് റവ റോസ്റ്റ് ചെയ്തെടുക്കാനുള്ളത്. ഞാൻ റോസ്റ്റ് ചെയ്ത റവ തന്നെയാണ് ഇവിടെ എടുത്തേക്കുന്നത്. എന്നാലും നമുക്ക് ഈ നെയ്യിൽ ഈ റോസ്റ്റ് ചെയ്ത റവ ഒന്നും കൂടെ നമ്മൾ റോസ്റ്റ് ചെയ്യുമ്പോൾ നല്ല ഗോൾഡൻ യെല്ലോ കളറിൽ കിട്ടും. അതുവരെ നല്ലതായിട്ട് നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ കാണുമ്പോൾ അറിയാം നന്നായിട്ടൊന്ന് കളർ ചേഞ്ചായി വരുന്നുണ്ട്. ആ നെയ്യ് തന്നെ നല്ല സിമ്മിലിട്ട്, നമ്മുടെ തീ എപ്പോഴും നല്ല സിമ്മിൽ തന്നെ ഇട്ട് അതിനെ റോസ്റ്റ് ചെയ്തെടുക്കാൻ നോക്കണം കേട്ടോ. അതിനുശേഷം നമുക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ച് അതിൽ കുറച്ച് ഫുഡ് കളറും കൂടെ ആഡ് ചെയ്യാം. ഞാനിവിടെ ഒരു ഓറഞ്ച് കളറാണ് ആഡ് ചെയ്യുന്നത്. അതൊരു ഭംഗിക്ക് വേണ്ടിയാണ് ആഡ് ചെയ്യുന്നത്. തികച്ചും ഓപ്ഷണലാണ്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം കളർ ആഡ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് ഏലക്കയും പഞ്ചസാരയും കൂടെ ഒന്ന് മിക്സിയിലിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. എന്നിട്ട് ആ ഏലക്കാപ്പൊടി ഇതിനോട്ട് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ചെറിയ ഫ്ലേവർ കിട്ടാൻ വേണ്ടി മാത്രമാണ്. ആവശ്യമുണ്ടെങ്കിൽ ചേർക്കാം, ഇല്ലെങ്കിൽ ചേർക്കണ്ട. എന്നിട്ട് നമുക്ക് നേരത്തെ റോസ്റ്റ് ചെയ്ത് മാറ്റി വെച്ച ആ റവ ഇതിലോട്ട് ആഡ് ചെയ്ത് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക. കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഇതിൽ കട്ട പിടിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് നിങ്ങൾ പതുക്കെ ആഡ് ചെയ്ത് ഇളക്കി കൊടുക്കുക. ആഡ് ചെയ്ത് ഇളക്കി കൊടുക്കുന്നതിനൊപ്പം തന്നെ ഇത് നന്നായിട്ട് വെള്ളം വലിച്ച് പിടിച്ച് ഒന്ന് കുറുകി വരും. നന്നായിട്ട് കുറുകി സെറ്റായിട്ട് വരുമ്പോഴത്തേക്ക് മാത്രം നിങ്ങൾ 1 സ്പൂൺ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇവിടെ നെയ്യ് നല്ലതായിട്ട് ആവശ്യമുണ്ട്, എങ്കിലേ ഈ കേസരിയുടെ ടെക്സ്ചർ നമുക്ക് കിട്ടത്തുള്ളൂ. ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം ആ വെള്ളം എല്ലാം തന്നെ നന്നായിട്ട് വലിച്ചത് കുടിച്ചിട്ടുണ്ട്. അപ്പോൾ കുടിക്കുമ്പോൾ നമുക്ക് ഈ റവ നന്നായിട്ടൊന്ന് കുറുകി കിട്ടും. ഈ കുറുകി കിട്ടുന്ന റവയിലോട്ടാണ് നമുക്ക് സ്പൂൺ നെയ്യ് ആഡ് ചെയ്യേണ്ടത്. അപ്പോഴത്തേക്കും നമ്മുടെ ഈ റവയുടെ ടെക്സ്ചറൊക്കെ ഒന്ന് ശരിയാക്കി കിട്ടും കേട്ടോ. അപ്പോൾ ഇത് എപ്പോഴും നമ്മൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ സിമ്മിൽ വെച്ച് മാത്രം ചെയ്യുക. ഇല്ലെങ്കിൽ നമ്മുടെ റവയൊക്കെ അടി പിടിച്ച് അതിന് കരിഞ്ഞ നല്ല ടേസ്റ്റ് കിട്ടും. അതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല. തീ ഒരിക്കലും കൂട്ടി വയ്ക്കാൻ പാടില്ല. നല്ല സിമ്മിൽ വെച്ച് തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇപ്പോൾ ഇവിടെ ഞാൻ നെയ്യ് ആഡ് ചെയ്തു. അതിനുശേഷം നമുക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നമുക്ക് മധുരത്തിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇവിടെ അധികം മധുരം വേണ്ട. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇവിടെ 3 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തത്. പക്ഷേ അത്രയും ചേർത്ത് കൊടുത്തപ്പോഴും നല്ല മധുരം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം അത്രയും മാത്രം പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇതൊന്നും കൂടെ കറക്റ്റ് ഒരു നമുക്ക് എടുത്ത് വയ്ക്കാൻ കണക്കിന് ഒരു ടെക്സ്ചറിൽ ഈ നമ്മുടെ സാധനം കിട്ടും. ഇങ്ങനെ ഒന്ന് ആയി വരുമ്പോഴത്തേക്കും നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ നേരത്തെ ആദ്യം നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചാൽ കാഷ്യൂ നട്ടും കൂടെ ഇതിലൊന്ന് ആഡ് ചെയ്ത് ഇളക്കിയെടുക്കാം. അപ്പോൾ ഈ കാഷ്യൂ നട്ട് ആഡ് ചെയ്യുമ്പോൾ തന്നെ ഒപ്പം നമുക്ക് 1 സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കാം. നെയ്യ് അതാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത്. നെയ്യ് ഒഴിച്ചാലേ നമ്മുടെ കേസരിയുടെ ടേസ്റ്റ് അതുപോലെ തന്നെ കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഇതിൽ നെയ്യ് ഒഴിച്ചു കൊടുത്ത് അണ്ടിപ്പരിപ്പും ആഡ് ചെയ്ത് നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. അതിനുശേഷം ഇത് നമുക്കൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റിയിട്ട് ചൂടോടെ തന്നെ മാറ്റിക്കോണം കേട്ടോ. മാറ്റിയിട്ട് ഒന്ന് പ്രസ് ചെയ്ത് അമർത്തിയെടുത്ത് ഒന്ന് മറിച്ചിട്ടാൽ നമ്മുടെ കേസരി അങ്ങ് റെഡി ആയിട്ടുണ്ട്. ഭയങ്കര ടേസ്റ്റാണ്. ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആ കാഷ്യൂ നട്ടൊക്കെ എടുത്ത് വച്ചെന്നേ ഉള്ളൂ. ഭയങ്കര ഈസിയാണ്. ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഈസി റെസിപ്പിയാണ് ഈ കേസരി. നിങ്ങളെല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്ക് പറയണം. അപ്പോൾ ഓക്കെ, ടാറ്റാ.